ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച ജനതയാണ് വയനാട്ടിലേത്. നഷ്ടം വലുതാണെങ്കിലും അതൊന്നും അവരെ തളർത്തിയില്ല. കലോത്സവ വേദിയിലെത്തിയ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് പറയാനുള്ളതും ഇതാണ്. ദുരന്തത്തിന്റെ ദുഃഖമെല്ലാം മറന്ന് ആവേശത്തിലാണ് ഇവരും. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു പള്ളിക്കൂടമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വിദ്യാലയമുണ്ടേ. ഈ പാട്ട് നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറക്കൂല. ആ പാട്ട് ഒന്നുകൂടി പാടാൻ പറ്റുമോ? വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. എല്ലാ ദുഃഖങ്ങളും മറന്ന് ഇവർ വീണ്ടും നമ്മുടെ കലോത്സവ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉദ്ഘാടന വേദിയിൽ ആദ്യത്തെ ഡാൻസ് നിങ്ങളുടേതായിരുന്നു അല്ലേ? എങ്ങനെ തോന്നുന്നു? എന്ത് തോന്നുന്നു കലോത്സവ വേദിയിലേക്ക് എത്തിയപ്പോൾ വയനാട്ടിൽ നിന്ന്? ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സ്റ്റേജിനകത്ത് ആദ്യമായിട്ടാണ് കയറുന്നതും. അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. CM-നെ കണ്ടു, സംസാരിച്ചു. ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. CM എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ സ്കൂളിൻ്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട, സ്കൂള് എവിടെയാണോ ഉള്ളത് അതിനെ അവിടെ തന്നെ സ്ഥാപിച്ചു തരും, അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കൂൾ തിരിച്ചു വരും, എല്ലാ സപ്പോർട്ടും ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം നിങ്ങളൊരു വലിയ ദുഃഖത്തിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസൊക്കെ എങ്ങനെയാണ് പോയത്? പ്രാക്ടീസ് ആകെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പഠിച്ചെടുത്തത്. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ ഫുൾ കോൺഫിഡൻസ്, ടീച്ചേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ടായിരുന്നു. അനിൽ സാറാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. സാറുടെയും ഫുൾ എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും അനിൽ സാർ തന്നെയാണ്. പിന്നെ ഉണ്ണി സാറും എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ഒത്തിരി ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ദുരന്തത്തിൽ അവരുടെ ഒപ്പത്തിനൊപ്പം നിന്ന് അവരുടെ വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ നിന്ന മാഷും, അതേ ദുരന്തം വേദിയിൽ ദൃശ്യവൽക്കരിച്ച മാഷും, 2 മാഷന്മാർ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് ദുരന്തത്തിലൊപ്പം നിന്ന ഒരാളാണ് മാഷ്, അതേ ദുരന്തത്തെ വേദിയിൽ എത്തിച്ച ഒരാളാണ് മാഷ്. അതിൽ രണ്ടിലും തമ്മിലുള്ളൊരു സാമ്യത, അതായത് രണ്ടിലും വിരഹമുണ്ട്, രണ്ടിലും ദുഃഖമുണ്ട്. നിങ്ങളുടെ ദുഃഖം പറഞ്ഞറിയിക്കാനും പറ്റില്ല മറ്റുള്ളവരോട്. എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ചാനലുകളിലൂടെ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക്, പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ളത്. ഇത് നേരിട്ട് അറിഞ്ഞിട്ടുള്ളത് ഇവരാണ്. പിന്നെ ഇവരെ അടുത്ത് നിന്ന് ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. ഇതിൻ്റെ വരികളെല്ലാം ഇവരെ എനിക്ക് അയച്ചു തന്നതിന് ശേഷം ഈ വരി സംഗീതത്തിലൂടെ വന്ന് നൃത്തരൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി വയനാട് ചെല്ലുമ്പോഴാണ് ഞാൻ ഉണ്ണിമാഷിനെ കാണുന്നത്. അതുവരെ ഫോണിലൂടെ ആയിരുന്നു. അപ്പോൾ ഇവരാണ് ശരിക്കും അനുഭവിച്ചവർ. ഇവരാണ്. ഞാൻ ആ അനുഭവത്തെ വിഷ്വലാക്കിയിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം ചെയ്തു എന്ന് മാത്രമാണ്. ശരിക്ക് നെടുംതൂൺ എന്ന് പറയുന്നത് ഇവരാണ്. മാഷ് എല്ലാം നേരിൽ കണ്ട ഒരാളാണ്. അതുതന്നെ വേദിയിൽ കണ്ടപ്പോൾ മാഷിന് എന്താ തോന്നി? മനസ്സ് നിറഞ്ഞു. നമ്മൾ ഒരിക്കലും ഒരു ദുഃഖത്തിൻ്റെ സന്ദേശമല്ല നൽകാൻ ഉദ്ദേശിച്ചത്, അതിജീവനത്തിൻ്റെ ഒരു സന്ദേശം. അത് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഇത് ഈ വേദിയിൽ അവതരിപ്പിക്കുക, ഇത് പറയുക, ലോകത്തോട് വിളിച്ചു പറയുക. ലോകത്തൊരു എല്ലാ മക്കളും, വെള്ളാർമലയിലെ മക്കളും മുണ്ടക്കയിലെ മക്കളും മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മക്കളും കരുത്തോടെ മുന്നേറണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് പറയുക. കുട്ടികളാണെങ്കിലും വലിയ ദുഃഖത്തിലായിരുന്നു. അവരുടെ ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാം നഷ്ടമായി. അവരെ അതിൽ നിന്നൊക്കെ പിടിച്ചുയർത്തി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ, ഈ വേദിയിൽ അവരെ എത്തിക്കാൻ എത്രത്തോളം നിങ്ങൾ അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്? അതിൽ ഞങ്ങളിത് സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തേ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേറൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളെ കുട്ടികളെ എത്തിച്ചു കൊടുക്കുക, ബാക്കിയൊക്കെ സാറായിരുന്നു. ബാക്കി പിന്നെ എത്തിക്കാനൊരു പ്രയാസമായിരുന്നു. കാരണം ഇവർ ചെതറിപ്പോയ മക്കളല്ലേ, പല പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്, റിഹേഴ്സലിന് സ്ഥലമില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. പ്രാക്ടീസ് കൊടുക്കണമെങ്കിൽ ശരിക്കും വിസ്താരമായിട്ടൊരു സ്ഥലം വേണം. പിന്നെ നമുക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇവർ അവിടെ ഒരു കല്യാണ മണ്ഡപം എടുക്കുകയായിരുന്നു കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി മാത്രം. അതാ കല്യാണ മണ്ഡപം.